സാറേ, ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സാധനം. വളരെ വ്യാപകമായിട്ട് ഡിജിറ്റൽ അറസ്റ്റ് നടക്കുന്നു. ഒരുപാട് ആളുകൾ ആ ചതിക്കുഴി വീഴുന്നു. ശരിക്കും ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സൈബർ തട്ടിപ്പിൻ്റെ മറ്റൊരു വകഭേദമാണ്. ആദ്യമേ പറയുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞത് നിയമപരമായിട്ട് ഇല്ല. ഇന്ത്യയിൽ നല്ല എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരിടത്തും ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല. പോലീസിൻ്റെ അറസ്റ്റ് എന്ന് പറഞ്ഞ് പോലീസല്ല ഏത് അന്വേഷണ ഏജൻസിയുടെ അറസ്റ്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ളത് ഫിസിക്കൽ അറസ്റ്റുകളാണ്. നമ്മളെ വെർച്വൽ അറസ്റ്റ്, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ വാക്ക് ആദ്യം കേട്ടാൽ തന്നെ മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ്. നിങ്ങളെ ഞങ്ങൾ വെർച്വൽ അറസ്റ്റ് നിർത്തിയിരിക്കുകയാണ്, നിങ്ങൾ അണ്ടർ ഡിജിറ്റൽ അറസ്റ്റാണ് എന്ന് പറഞ്ഞൊരു കോള് വന്നാൽ വിളിക്കുന്നയാൾ CBI ഉദ്യോഗസ്ഥൻ എന്ന് പറയും, കസ്റ്റംസ് എന്ന് പറയും, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്ന് പറയും, മുംബൈ പോലീസോ ഡൽഹി പോലീസോ UP പോലീസ്, വിവിധ സ്ഥലത്തുള്ള ഒരു ഏജൻസികൾ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അല്ല ചിലപ്പോൾ എൻഫോഴ്സ്മെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഫോൺ കട്ട് ചെയ്യുക, മനസ്സിലാക്കുക ഇറ്റ്സ് തട്ടിപ്പാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. ഇവരൊരിക്കലും കേരള പോലീസ് എന്ന് പറയില്ല. ഇല്ല, അവർ കേരള പോലീസ് എന്ന് പറയുന്നുണ്ടോ മറ്റ് സംസ്ഥാനത്ത് പറയാതിരിക്കും. ഇവിടെ പറയത്തില്ല. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആക്സസ് ഉണ്ടല്ലോ. ഇവരെപ്പോഴും എന്ന് വെച്ചാൽ ഒരു 2 സ്റ്റേറ്റ് വിട്ടിട്ടായിരിക്കും ഇത്തരം കോളുകൾ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യമേ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് കേട്ടാൽ അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ തന്നെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഫോൺ കട്ട് ചെയ്ത് തുടർന്ന് ഇതിനകത്ത് ഏറ്റവും ഇവരുടെ ഒരു പ്രത്യേകത നമ്മളെ ഫോൺ കോളിൽ നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ അറസ്റ്റുകാരുടെ ഒരു മാനസിക ഒരു സൈക്കോളജിക്കൽ ആയിട്ട് നമ്മളെ ഒരു താഴ്ത്തി നിർത്തുകയാണ്. നമ്മൾ ആദ്യത്തെ ആ ഭാഗം ഓവർകം ചെയ്താൽ നമ്മുടെ പൈസ പോകത്തില്ല. അതായത് നിങ്ങൾ അണ്ടർ അറസ്റ്റാണെന്ന് പറയുമ്പോൾ തന്നെ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി ഫോൺ കട്ട് ചെയ്ത് പിന്നെ വരുന്ന കോളുകൾ പല നമ്പറിൽ നിന്ന് വിളിക്കും. എടുക്കാതിരുന്നാൽ തന്നെ നമുക്ക് പോകും. ഇവരുടെ ഒരു ടെൻഡൻസി അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കൺവിൻസിങ് ആക്കി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർക്ക് വന്നൊരു കോളിൽ അതിൽ പൈസ അവർ എന്തായാലും ലക്കിന് പോയില്ല. അപ്പോൾ ഡോക്ടറെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ ഫോൺ നമ്പരും ആധാർ നമ്പറും ഉപയോഗിച്ചിട്ട് ഇവിടെ മുംബൈയിൽ ഒരു ഫെഡെക്സ് വഴി ഒരു പാഴ്സൽ അയച്ചിരുന്നു. ആ പാഴ്സലിനകത്ത് MDMA ഉണ്ടായിരുന്നു. ആ MDMA ഡിറ്റക്ട് ചെയ്തതുകൊണ്ട് അവർ ഇവിടെ നാർക്കോട്ടിക്സ് ഡിറ്റക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്തിരിക്കുകയാണ്. ഇപ്പം മുംബൈ പോലീസിൻ്റെ അടുത്താണ് ഇപ്പം ഞങ്ങളുടെ ഇവിടെ FIR ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, ലേഡിയാണ് ഡോക്ടർ പറയുന്നു, ഞാനിങ്ങനെ ഒരു പാഴ്സൽ അയച്ചിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു പാഴ്സൽ ഞാനൊന്നും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്നു ഓക്കെ. അപ്പം അവരുടെ അടുത്ത ചോദ്യം, മാഡത്തിൻ്റെ ആധാർ നമ്പർ ഇതാണോ? അപ്പോൾ ആധാർ നമ്പർ ഇതാണ്. ഫോൺ നമ്പർ ഇതാണോ? അതെ. അപ്പോൾ അടുത്ത ചോദ്യം, മാഡം ഒരുപാട് തട്ടിപ്പൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. മാഡം എവിടെയെങ്കിലും ഈ ആധാർ നമ്പർ ഉപയോഗിച്ച് എവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഫോൺ നമ്പർ എവിടെയെങ്കിലും മറ്റു ഇടത്തും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മൾ ആധാർ നമ്പർ പല സ്ഥലത്ത് കൊടുക്കും, ഫോൺ നമ്പറും കൊടുക്കും. അപ്പോൾ അവർ പല ഓപ്ഷൻസ് ആവശ്യം. നിങ്ങൾ വല്ല പാസ്പോർട്ട് എടുക്കാനോ വെരിഫിക്കേഷനോ പാസ്പോർട്ട് പുതുക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ഇടങ്ങളിലോ എവിടെയെങ്കിലും കൊടുത്തോന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം യെസ് പറയും. കാരണം എവിടെയെങ്കിലും നമ്മൾ ആധാർ ഉപയോഗിക്കാതിരിക്കത്തില്ല ഏതെങ്കിലും. അപ്പം അവർ പറഞ്ഞ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പക്ഷേ അവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആധാർ എടുത്തിട്ട് നിങ്ങളുടെ പേരിൽ വ്യാജമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം അവരാരെങ്കിലും ഇത് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ശരിയാണെന്ന് വിചാരിക്കുക. കാരണം വെച്ചാൽ പോലീസാണെന്ന് പറഞ്ഞ് സംസാരിക്കുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ പറയുന്നത്, മാഡം നിങ്ങളല്ല എന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായി. അപ്പോൾ ഇവർ പറഞ്ഞു ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളല്ല ഇത് ചെയ്തിട്ടുള്ളതെന്ന് ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ IDയും ആധാർ നമ്പറും ഫോൺ നമ്പറും ഉണ്ട്, FIR-നകത്ത് നിങ്ങളുടെ പേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു FIR നമ്പരും ഒക്കെ ഇവർ പറഞ്ഞു കൊടുക്കും. അപ്പം ഒരു പ്രശ്നമുള്ളത്, ഈ കേസ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളിവിടെ വരേണ്ടി വരും, മുംബൈ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം അടിയന്തരമായിട്ട്. നിങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷൻ, മുംബൈയിലുള്ള ഇന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വരിക എന്ന് പറയും. അപ്പോൾ അന്ന് കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് ഒരു കാര്യം ചെയ്ത് മാഡം ഫോൺ കട്ട് ചെയ്ത് ഫോണിൽ നിൽക്കി, ഞാൻ എൻ്റെ സീനിയർ ഓഫീസർക്ക് കൊടുക്കാം. അപ്പോൾ വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ച് ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കോളിൽ തരാൻ പറഞ്ഞു. വീഡിയോ കോളിൽ നിന്നുകൊണ്ട് സീനിയർ ഓഫീസറായിട്ട് ഒരാൾ വരുന്നു, യൂണിഫോമിലാണ്. അദ്ദേഹം വന്ന് സംസാരിക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഇത് കുറേ മയക്കുമരുന്ന് ശൃംഖല ഒരുപാട് പൈസകൾ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ നമുക്ക് ഈ കേസിൽ നിന്ന് പെട്ടെന്ന് ഒഴിവാക്കി വിടാം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് ഉണ്ട് ആ ഡീറ്റെയിൽസ് പറയണം. ആ അക്കൗണ്ട് നമ്പറുകൾ കാണിച്ചു തരിക. ഈ അക്കൗണ്ട് നമ്പറിലുള്ള ബാലൻസ് എമൗണ്ടിൽ ട്രാൻസാക്ഷൻ ഒന്നും ഇത് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അപ്പം നിങ്ങളുടെ ഭാഗം സേഫ് ആവും.
അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടുകൾ. ഇപ്പോൾ ഇവരുടെയൊക്കെ 3 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇവർ 3 അക്കൗണ്ട് ആദ്യം കാണിച്ചു കൊടുത്തു, ബാങ്കിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തു, 3 അക്കൗണ്ട് നമ്പർ പറഞ്ഞു കൊടുത്തു, ഓരോന്നിനെയും ബാലൻസ് ചെയ്തു. ഒരെണ്ണത്തിൽ ഒരു 80,000, ഒരെണ്ണത്തിൽ ഒരു 1.5 ലക്ഷം രൂപയും, ഒരെണ്ണത്തിൽ ചെറിയ എമൗണ്ട് ഉണ്ട്, 2 ലക്ഷം മിച്ചം പൈസയുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു ഇത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഒരു പെട്ടെന്നൊരു പ്രൊസീജിയറാണ്, ഞങ്ങളിത് ഒരു കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, ഈ അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം, അത് ടെമ്പററി ആണ്, അത് നമ്മൾ എടുക്കുന്നില്ല, ഈ അന്വേഷണം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്ത് തരും, അപ്പോൾ നിങ്ങൾക്ക് പൈസ തിരിച്ചിടാം, അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഇവർക്ക് പെട്ടെന്നൊരു സംശയം തോന്നി. അവർ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കാം, ഇല്ലല്ല അതിനുള്ള സമയമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ കേസ് ഞങ്ങൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞു. ഇവരിതിനിടയിൽ ഗൂഗിൾ പേ ട്രൈ ചെയ്യുകയും ചെയ്തു. ഗൂഗിൾ പേ ട്രൈ ചെയ്തപ്പം ഭാഗ്യത്തിന് വർക്ക് ചെയ്തില്ല ഗൂഗിൾ പേ. അന്നത്തെ ദിവസം അവരെന്തോ ഒരു ഓൾറെഡി ഗൂഗിൾ പേ ലിമിറ്റ് കഴിഞ്ഞങ്ങാണ്ട് നിൽക്കുകയായിരുന്നതുകൊണ്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇപ്പം തന്നെ ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു എമർജൻസി വന്നപ്പം ഇവർക്കൊരു സംശയം തോന്നിയതുകൊണ്ട്, ഇവർക്ക് എന്നെ പരിചയം ഉണ്ടായിരുന്നത് വേറൊരു കണക്ഷൻ വഴി പരിചയമുള്ളതുകൊണ്ട് ഇവരെന്തായാലും ആ ഫോൺ കട്ട് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പാനിക്കായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു 2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് ഈ കോൾ വന്നത്. 2 മണിക്കൂറോളം ഇവരിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇത്രയും കാര്യങ്ങളും പാസ്ബുക്ക് അടക്കം എടുത്തുകൊണ്ട് ലൈവായിട്ട് കാണിച്ചൊക്കെ അവർ കാണിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ നിൽക്കുകയാണ് എമർജൻസി. അപ്പം ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു തട്ടിപ്പാണെന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് സംസാരിച്ച ശേഷം പിന്നീട് നമ്മൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നിട്ട് എന്തായാലും അവരുടെ പൈസ പോയില്ല. അപ്പോൾ അവിടെ ഞാൻ ആലോചിക്കുന്നത് കൺവിൻസ് ചെയ്യിക്കുന്ന ഒരു റീസണായി തോന്നുന്നു. അതായത് നിങ്ങളെ കേസാണ്, മറ്റാരോ നമ്മളെ തട്ടിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങളെ സഹായിക്കാനെന്നുള്ള രീതിയിൽ നിങ്ങൾ കോടതിയിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ. ഇതേ സംഭവം ഇവിടെ പല പ്രമുഖരായ വ്യക്തികൾക്കും സംഭവിച്ചിട്ടുണ്ട്. അവരോട് എല്ലാം പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾ ജെയിൻ ഹവാല തരത്തിലുള്ള ഹവാല കേസിൽ നിങ്ങളുടെ അക്കൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ നേരത്തെ റഷീദ് സൂചിപ്പിച്ച കറക്റ്റാണ്, ഇത് തട്ടിപ്പിനിടയാവുന്ന കൂടുതലും സാമ്പത്തിക സ്രോതസ്സുള്ളവരാണ്. ഒന്നെങ്കിൽ റിട്ടയർഡ് ഹാൻഡായിട്ട് അവരുടെ റിട്ടയർമെൻറ്റ് പൈസ എല്ലാം മൊത്തം ബാങ്ക് അക്കൗണ്ടിലുണ്ടാവും, അതല്ലെങ്കിൽ പെൻഷൻ പൈസ അവരുടെ കയ്യിലുണ്ടാവും, അതല്ലെങ്കിൽ ഫോറിൻ മക്കളൊക്കെ വിദേശത്തൊക്കെ ഉള്ള ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ വരുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടുകളിൽ പുറത്തുനിന്നൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇവരോട് പറയുന്നത് നിങ്ങൾക്ക് വന്ന ഒരു വിദേശ ട്രാൻസാക്ഷനിലെ എമൗണ്ട് ഒരു ഹവാല മണിയായിട്ട് ലിങ്ക് ചെയ്തതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ ഫോറിൻ ട്രാൻസാക്ഷൻ ഉണ്ടാവും, ചിലരുടെ മക്കൾ വന്നതായും ചിലർ പുറത്തു പോയിട്ടുണ്ടാവും, അപ്പോൾ അവർ പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളതിൽ പെട്ടതല്ല, പക്ഷേ ഇതിൽ വന്ന ഒരു മണി ലിങ്ക് ചെയ്ത് വന്നു പോയതാണ്, അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഇതിൽ ഇത്ര ലക്ഷം രൂപ എത്രയുണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, അപ്പോൾ ഇത്ര ലക്ഷം കിടപ്പുണ്ട്, അപ്പോൾ അത് തിരിച്ച് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് ഒഴിവാകും. ഇല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റിലേക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഒന്നെങ്കിൽ ഈ പറഞ്ഞ ഫെഡെക്സ് സ്കാം പറഞ്ഞിട്ട് MDMA അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് ഉണ്ടെന്നും പറഞ്ഞ പാഴ്സലിനേക്ക് പറയുക. 2 ഹവാല ഉൾപ്പെട്ടിട്ടുള്ള പണി നിങ്ങൾ ഉൾപ്പെട്ടിട്ടെന്ന് പറയുക. 3 ഈ ഏതെങ്കിലും എന്താ പറഞ്ഞത് ഒബ്സീൻ അല്ലെങ്കിൽ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ അത്തരം സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുക. 4ാമത് ഇതിനകത്ത് വേറൊരു ചിൽഡ്രൻ അണ്ടർ അറസ്റ്റ് എന്ന് പറയും. പേരൻസിനോട് പറയുന്നത് കുട്ടികൾ വിദേശത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു 2-3 പേരോടൊപ്പം ചേർത്ത് ഞങ്ങളിവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അവരുടെ ഒരാളുടെ ബാഗിൽ നിന്നും കുറച്ച് നാർക്കോട്ടിക്സ് കണ്ടുപിടിച്ചു. അപ്പം പേരൻസ് ആണല്ലോ, കുട്ടികളെ പേടിക്കും, അപ്പം പേടിച്ച് അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പേടിക്കും. സാധാരണഗതിയിൽ പകൽ സമയത്ത് ഇവർ കോളേജ് ടൈമിലൊന്നും കുട്ടികളെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കത്തില്ല, അപ്പോൾ വിളിച്ചാൽ കിട്ടുന്നുമില്ല. അപ്പോൾ ഇവർ പേരിപ്പിച്ച് പറയുകയാണ് കുട്ടികളെ ഇവിടെ നിർത്തിക്കും. അപ്പം നമ്മൾ പേരൻസ് പറയുന്നത് ഇതിനും എനിക്ക് റിയൽ എക്സാമ്പിൾ ഉണ്ട്. ഒരു പേരൻറ്റ് പേടിച്ചിട്ട് പാനിക്കായിട്ട് അവരുടെ കുട്ടിയെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഹൈദരാബാദിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഉടൻ തന്നെ പേരൻറ്റ് പറയുന്നു എൻ്റെ മോനെ ഒരിക്കലും അത് ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾ ആ കുട്ടിയായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാനിതിൻ്റെ കൂടെ വണ്ടിയിൽ കയറിയെന്നേ ഉള്ളൂ, അവനിതിനകത്ത് നിരപരാധിയാണ്, മറ്റുള്ളവരായിരുന്നു പ്രതി, ഞങ്ങൾക്കത് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നത്, അവനെ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒരു എമൗണ്ട് കൊടുക്കാൻ പറയുന്നു. ചിലപ്പോൾ പൈസ കൊടുത്ത് മാറ്റുന്ന സംവിധാനം ഇല്ലയെന്ന് ആദ്യം ചിന്തിക്കുന്നില്ല. അപ്പം പെട്ടെന്ന് 1 ലക്ഷം രൂപ ആയിട്ട് കൊടുക്കുക എന്ന് പറയുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെയും പറയുകയാണ് അവൻ്റെ പൈസ ഒന്നും അവൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുത്ത പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇവൻ മയക്കുമരുന്നിൻ്റെ പൈസ ഒന്നും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം, അപ്പം നിങ്ങളുടെ അക്കൗണ്ട് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ കുട്ടികളെ അറസ്റ്റ് ചെയ്യാം. ഈ കുട്ടികളുടെ അറസ്റ്റിനകത്ത് ഇപ്പം വേറൊരു ടെക്നിക്ക് കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്, AI. അതായത് ഒരു കേസിനകത്ത് ഈ കുട്ടിയുടെ സൗണ്ടിൽ സംസാരിക്കുകയാണ് പേരൻറ്റിനോട്, അമ്മ എന്നെ രക്ഷിക്കണം എന്നും പറഞ്ഞിട്ട്, അല്ലെ അച്ഛൻ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർ AI വെച്ചിട്ട് കുട്ടിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന്
അവരുടെ റീൽസിനകത്തുനിന്ന് അവൻ്റെ വോയിസ് എടുത്തിട്ട് അതേ വോയിസ് ക്രിയേറ്റ് ചെയ്ത് കേൾപ്പിക്കുകയാണ്. അപ്പം കൂടുതൽ വിശ്വസനീയമാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3-4 തരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് കൂടെ ഉണ്ട്. ഡിജിറ്റൽ അറസ്റ്റിൽ ആദ്യം എല്ലാവരും മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ്. ഡിജിറ്റൽ അറസ്റ്റിനകത്ത് 1 രൂപ പോലും നമ്മുടെ അക്കൗണ്ടിലെ പൈസ, ഒന്ന് നമ്മൾ പൈസ കൊടുത്താൽ ഈ കേസുകൾ തീരത്തില്ല. ഒരു FIR നമ്മുടെ പേരിലുണ്ടെങ്കിൽ ഒരിടത്തും കാശ് കൊടുത്ത് തീരുന്ന സംവിധാനം കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. 2, നമ്മുടെ അക്കൗണ്ടിലെ പൈസ സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടെന്നോ ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന അക്കൗണ്ടെന്നോ പറഞ്ഞാൽ അങ്ങനെ ഒരു അക്കൗണ്ടേ ഇല്ല. കോടതികൾ അങ്ങനെ ഒരു അക്കൗണ്ട് മോണിറ്റർ ചെയ്യുന്നില്ല. മാത്രമല്ല ഇവർ ഇടാൻ പറയുന്നതൊക്കെ പ്രൈവറ്റ് നമ്പറിലേക്കാണ്. നമ്മൾ ശരിക്കും ഒരു ഒഫീഷ്യൽ സർക്കാർ ഒരിക്കലും ഒരു സർക്കാർ ഏജൻസിയും ഒരു പ്രതിയെ വിളിച്ചിട്ട് നിങ്ങൾ പൈസ ഇടാൻ പറയുന്ന സംവിധാനം ഇന്ത്യയിലില്ല. അപ്പം ആ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുമ്പോൾ തന്നെ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. 3, ഈ പറഞ്ഞ തരത്തിൽ നമ്മുടെ പേരിൽ നമ്മളറിയാതെ ഒരു സ്കാം ചെയ്താൽ അവർക്ക് വിദേശത്ത് ബോംബെയിൽ നിന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യണമല്ലോ. അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേരളത്തിൽ വന്ന് നമ്മുടെ പോലീസിന്റെ സഹായത്തോടു കൂടിയോ അല്ലെ അവരെ നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പൈസ ട്രാൻസ്ഫർ. ഇനി പൈസ പോയാൽ പലപ്പോഴും ഈ ഇവരുടെ ഒരു എമർജൻസിയാണ്. എമർജൻസി സാഹചര്യത്തിൽ ചിലർ ട്രാൻസ്ഫർ ചെയ്യും. പൈസ പോയാൽ ഇതിലൊരു ഗോൾഡൻ അവേഴ്സ് ഉണ്ട്. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇപ്പം ഈ അക്രോസ് ഇന്ത്യയിൽ 1930 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, 1930. ഈ നമ്പർ ഒരു ടോൾ ഫ്രീ നമ്പറാണ്. ഇതിൽ വിളിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസും എല്ലാം കൂടെ ചേർത്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഇതൊരു ബാങ്കിങ് സ്റ്റാഫുകളും ബാങ്കിങ്ങിൻ്റെ നോഡൽ ഓഫീസേഴ്സും പോലീസും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഗ്രൂപ്പാണിത്. അപ്പോൾ ഈ മെസ്സേജ് ചെല്ലുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആ ലെയർ പോയിരിക്കുന്ന എവിടെയൊക്കെയാണ് ഈ പൈസ പോയിരിക്കുന്നത് അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ റിവേഴ്സ് ചെയ്യാം. പോലീസ് കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ വേറെ അക്കൗണ്ടിലേക്കൊക്കെയാണ് പോയിരിക്കുന്നെങ്കിൽ ആ പൈസ തിരിച്ച് നമുക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ച് കിട്ടാൻ സാധിക്കും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാത്തുകരിക്കാതെ മാനക്കേടെന്നോ അല്ലെങ്കിൽ നാണക്കേടെന്നോ ഭയന്നിരിക്കാതെ ഉടൻ തന്നെ 1930 വിളിച്ചില്ല കംപ്ലയിൻറ്റ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്തിട്ട് cybercrime.gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് മാർഗം. പിന്നെ പൈസ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുൻകരുതലുകൾ നമ്മൾ അവെയർ ആയിട്ടിരിക്കുക. ഡിജിറ്റൽ അറസ്റ്റ് എന്നോ എന്ത് പറഞ്ഞാലും നമ്മുടെ അക്കൗണ്ടിലെ 1 രൂപയെങ്കിലും അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു അന്വേഷണ ഏജൻസിയും വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ്.